ഹലോ ഗൈസ്, ഈ വീക്കെൻഡേ നമ്മൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ചെറിയൊരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. ഈ സ്വീഡൻ്റെ ട്രഡീഷണൽ ഹൗസസില്ലേ, ഈ റെഡ് കളറിൽ വരുന്ന വുഡൻ ഹൗസസ്, ആ ടൈപ്പ് ഹൗസിലാണ്, അങ്ങനത്തെ ഒരു എയർബിഎൻബിയിലാണ് നമ്മൾ താമസിച്ചത്. അടിപൊളിയായിരുന്നു കേട്ടോ അവിടുത്തെ താമസം. പിന്നെ നമ്മൾ എവിടെ ചെന്നാലും നമ്മുടെ മെയിൻ പരിപാടി എന്താ? ഫുഡ്. അപ്പോൾ അത് തന്നെ ഡിഫറെൻറ്റ് ടൈപ്സിലുള്ള വൈഡ് വെറൈറ്റീസ് ഫുഡ് നമ്മൾ ഓർഡർ ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. നമ്മുടെ നാടൻ നല്ല ചിക്കൻ റോസ്റ്റും ബീഫ് റോസ്റ്റും ഡക്ക് റോസ്റ്റും ഫിഷ് കറിയൊക്കെ ആയിട്ട് പറയണ്ട, ഒരു ഫുഡിൻ്റെ മേളം തന്നെയായിരുന്നു നമ്മുടെ ഇപ്രാവശ്യത്തെ ട്രിപ്പ്. ഒരു 2 days ആയിരുന്നു നമ്മളവിടെ സ്റ്റേ ചെയ്തത്. നമ്മളൊരു 6 ഫാമിലീസാണ് ഉള്ളത്. അപ്പോൾ കിഡ്സ് എല്ലാവരും കൂടി ഒരു 10-20 പേര് നമ്മളുണ്ടായിരുന്നു. അപ്പോൾ ഇത് നല്ല സ്പേഷ്യസ് ആയ എയർബിഎൻബി ആണ്. നമ്മൾ 1, 2, 3 എയർബിഎൻബി ഒക്കെ എടുത്തായിരുന്നു. പിന്നെ ആ പ്ലേസ് അടിപൊളിയാണ്. അവിടെ എയർബിഎൻബി കൂടാണ്ട് ഫാം ഉണ്ടായിരുന്നു. ഇങ്ങനത്തെ കുറേ കോഴികളുണ്ടായിരുന്നു, പിന്നെ ഇങ്ങനത്തെ കുറേ പശുക്കൾ ഉണ്ടായിരുന്നു. നമ്മളവിടെ ചെന്നപ്പോൾ തന്നെ, ഈ എയർബിഎൻബിയിലേക്ക് ചെന്നപ്പോൾ തന്നെ നല്ല ചാണകത്തിൻ്റെ സ്മെല്ലിങ്ങനെ കിട്ടുന്നുണ്ടായിരുന്നു. എല്ലാവർക്കും നൊസ്റ്റാൾജിയ വന്നു. എന്ന് കിട്ടിയതാ ഈ സ്മെല്ലൊക്കെ? നമ്മളിപ്പോൾ ഈ പശുക്കളൊന്നും അധികം കാണുന്നില്ലല്ലോ. പിള്ളേർക്ക് ഈ പാൽ എവിടെ നിന്ന് കിട്ടുക? ഗ്രോസറി ഷോപ്പിൽ നിന്ന് മാത്രമേ അറിയുള്ളൂ. ഇതൊക്കെ തരണത് ഇവരാണെന്ന് അവർക്കറിയില്ലല്ലോ. അപ്പോൾ അവർക്കൊക്കെ ഭയങ്കര രസമായിരുന്നു കേട്ടോ ഈ ഫാം അനിമൽസിനെ കാണുന്നതും ഈ ഫീഡ് ചെയ്യണതൊക്കെ. പിന്നെ ഇതിങ്ങനെ വലിയൊരു സ്പേസാണ്, കുറേ സ്ഥലമുണ്ട്. ഇങ്ങനത്തെ ഈ പശുവിൻ്റെയൊക്കെ ഇങ്ങനത്തെ സെക്ഷനുകൾ തന്നെ കുറേ ഉണ്ട്. പിന്നെ അവിടെ ഒരു ബൂട്ടീക്ക് ഉണ്ട്. ഇപ്പോൾ ഈ ഫാമിലെ ഈ മീറ്റ്സും എഗ്സും ഒക്കെ ഡയറക്റ്റായിട്ട് കസ്റ്റമേഴ്സിന് കൊടുക്കാനുള്ളൊരു ബൂട്ടീക്ക് ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ അവിടെ കുറേ പേര് വന്നത് വാങ്ങുന്നുണ്ട്. നമ്മൾ പക്ഷേ വാങ്ങിയില്ല, കത്തി വിലയായിരുന്നു. അത് കാരണം നമ്മൾ വിചാരിച്ചു സാധാരണ ഗ്രോസറി ഷോപ്പിൽ തന്നെ പോയി വാങ്ങാമെന്ന്. അത്രയ്ക്കും എക്സ്പെൻസീവ് ആയിരുന്നു ആ എക്കോ പ്രോഡക്ട്സിന്. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ സ്പേസ് ഉണ്ടല്ലോ അവിടെ നന്നായിട്ട്. അപ്പോൾ കുറേ ആക്ടിവിറ്റീസ് ചെയ്യാനുള്ള സ്ഥലം ഉണ്ടായിരുന്നു പിള്ളേർക്ക്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടിക്കളിക്കാനും ഈ ജമ്പ് ചെയ്ത് കളിക്കാനും സ്വിങ് ചെയ്യാനും ഒക്കെ ഇങ്ങനെ നമ്മൾ ഫാമിലിയൊക്കെ ആയിട്ട് പോകുമ്പോൾ പിള്ളേർക്ക് എൻ്റർടൈൻമെൻറ്റ്സിനുള്ള കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ നമുക്ക് വേണമെങ്കിൽ ചെറിയതായിട്ട് ട്രക്കിംഗ് ഒക്കെ നടത്താനുള്ള ഒരു സ്പേസും കൂടി ഉണ്ടായിരുന്നു. നമ്മൾ എല്ലാവരും കൂടി ലഞ്ചൊക്കെ കഴിഞ്ഞിട്ട് കുറച്ചൊക്കെ ഇങ്ങനെ നടക്കാനൊക്കെ പോയി. അടിപൊളിയായിരുന്നു കേട്ടോ. കണ്ടോ എന്ത് ഭംഗിയല്ലേ കാണാനായിട്ട്? ഇങ്ങനെ പരന്ന് കിടക്കുകയാണ് ആ ഒരു പ്ലേസ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഈ എയർബിഎൻബിയുടെ കൂടെ നമ്മൾക്ക് ഈ സോണ ജക്കൂസി ഒക്കെ ഉണ്ടായിരുന്നു. അത് കുറച്ചങ്ങോട്ട് നീങ്ങിയിട്ട്, നമ്മുടെ സ്റ്റേയുടെ അടുത്തുനിന്ന് കുറച്ചങ്ങോട്ട് നീങ്ങിയിട്ടായിരുന്നു. അപ്പോൾ നമ്മൾക്ക് എല്ലാവരും അവിടെ സോനയ്ക്കും ജക്കൂസിക്കൊക്കെ പോയി. അതും അടിപൊളിയായിരുന്നു. പിന്നെ ആസ് യൂഷ്വൽ നമ്മളിങ്ങനെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് എയർബിഎൻബി എടുക്കുന്നത് എന്തിനാണ്? ഗെയിംസിന് വേണ്ടി. നമ്മുടെ കുറേ ഫേവറേറ്റ് ഗെയിംസ് ഉണ്ട്. ആ ഗെയിംസ് കളിച്ച് നമ്മൾ നേരം പുലർന്നു കഴിഞ്ഞാലും ഉറങ്ങില്ല. അത്രയ്ക്കും ഇൻട്രസ്റ്റിംഗ് ഗെയിംസും